ജാറത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അള്ളാഹു നമ്മ അങ്ങനെ തന്നെ നിലനിർത്തുമാറാകട്ടെ. 5 നേരം നമസ്കരിക്കുകയും സാമൂഹ്യ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എന്നെയും നിങ്ങളെയും എത്തിച്ചത് ഈ പാവപ്പെട്ട പ്രസ്ഥാനമാണ്. ഈ ആദർശമാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്. അതുകൊണ്ട് ഈ ആദർശം അത് മുറുകെ പിടിച്ചുകൊണ്ട് ആദർശത്തിനാണ് 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം സംഘടനക്ക്, 3-ാം സ്ഥാനം സ്ഥാപനങ്ങൾക്ക്, 4-ാം സ്ഥാനം വ്യക്തികൾക്ക്. ഇതല്ലേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബഹുമാന്യരായ നേതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത്? ആദർശത്തിനാണ് 1-ാം സ്ഥാനം. ആ ആദർശത്തിന് പ്രാധാന്യം നൽകി ആദർശബന്ധിതമായ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകാനുള്ള ഉറച്ച തീരുമാനം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. നമ്മുടെ കഴിഞ്ഞുപോയ മഹാന്മാരായ പണ്ഡിതന്മാരും നേതാക്കന്മാരും പ്രവർത്തകരും കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടിട്ടാണ് ഈ ആശയത്തെ വളർത്തിക്കൊണ്ടുവന്നത്. ഈ കാഞ്ഞങ്ങാടും പരിസര പ്രദേശത്തും എത്രയെത്ര സ്ഥലങ്ങളിൽ കല്ലേറുകൾ നമ്മുടെ പരിപാടികൾക്ക് നേരെ വന്നിട്ടുണ്ട് ഇല്ലേ? ആ പ്രദേശങ്ങളിൽ ഇരുട്ടിൽ തപ്പി നടക്കുന്ന ആയിരങ്ങൾക്ക് തൗഹീദ് എത്തിച്ചു കൊടുക്കേണ്ടവരാണ് നമ്മൾ. ആ സമൂഹം, നമ്മുടെ മുമ്പിലുള്ള ഈ സമൂഹമുണ്ടല്ലോ, നമ്മെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ ദഅവത്ത് നടത്തുക എന്ന മഹത്തായ ഒരു ഉത്തരവാദിത്വം എന്റെയും നിങ്ങളുടെയും മേലുണ്ട് എന്ന തിരിച്ചറിവ് സഹോദരന്മാരെ നമുക്കുണ്ടാകണം. അതിനുവേണ്ടി ഈ കാഞ്ഞങ്ങാടും പരിസര പ്രദേശത്തും ഈ പറഞ്ഞതെല്ലാം നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടാക്കി തീർക്കാൻ ശ്രമിച്ച ശ്രമങ്ങളാണെന്ന് AKP അബ്ദുള്ള ജോലി ചെയ്യുന്ന ഒരു നാടും സഹായി ഹാരിസ് ചേരൂരിന്റെയും വിഷയങ്ങൾ നേരിട്ടറിയാവുന്ന നിങ്ങൾ അതറിയാവുന്നതുകൊണ്ടും KJU ആ കാര്യം പ്രഖ്യാപിച്ചതുകൊണ്ടും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് അള്ളാഹുവോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പിളർക്കാൻ അനുവദിക്കില്ല എന്ന മുജാഹിദുകളുടെ മനസ്സിന്റെ ഉറച്ച തീരുമാനം ആവർത്തിച്ച് നമ്മൾ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് റബ്ബുൽ തവക്കലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.